പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവവചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥത്തിൻ്റെ വിശ്വാസമല്ല, അത് ദൈവവചനത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുന്നത് ദൈവവചനത്തിൻ്റെ മതമെന്നാണ്. ഈ ദൈവവചനം എന്ന് പറയുന്നത് അതും മൂകമായ അക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമായ യേശുവിൻ്റെ വചനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ജീവിക്കുന്ന വചനമാണ് യേശു. ഈ യേശുവിൻ്റെ വചനം അത് ലിഖിത രൂപത്തിൽ വന്നപ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥമായി ലഭിക്കുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ വചനം മാംസം ധരിച്ച് നമ്മളുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ അവതാരം ചെയ്ത ജീവിക്കുന്ന വചനത്തെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നതെങ്കിൽ ഈ വചനം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ ഈശോ തന്നെ നമ്മുടെ മനസ്സുകളെ തുറന്നു തരണം. അതാണ് ലൂക്കാ സുവിശേഷകൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 45-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ തക്ക വിധം അവൻ അവരുടെ മനസ്സുകളെ തുറന്നു. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള വചനമായതുകൊണ്ട് ഈശോ തന്നെ നമ്മുടെ മനസ്സുകളെ തുറന്നു തരുമ്പോഴാണ് നമുക്ക് ഈ വചനത്തിൻ്റെ മറ്റുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ലേഖനങ്ങൾ, എഴുത്തുകൾ എന്നതിനേക്കാൾ ഉപരി വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാകണമെങ്കിൽ ഈശോ തന്നെ ഈശോയെക്കുറിച്ച് ഉള്ളതായതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ തുറന്നു തരണം. ഒപ്പം തന്നെ ഈ യേശുവിനെക്കുറിച്ചുള്ള ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-21 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധ ലിഖിതം ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, കാരണം അത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായ ദൈവത്തിൻ്റെ മനുഷ്യരാണ് അത് എഴുതിയത്. ദൈവിക മനുഷ്യരാലാണ് അത് രചിക്കപ്പെട്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവിക മനുഷ്യരെഴുതിയെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം, ആ വചനം വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ നമുക്കത് മനസ്സിലാകണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് ആവശ്യമായി വരികയാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ ഏകദാനതയിലും അല്ലെങ്കിൽ അതിൻ്റെ ഐക്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം, കാരണം വിശുദ്ധ ഗ്രന്ഥം മുഴുവനായും നമ്മൾ ഗ്രഹിക്കുമ്പോൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കുമ്പോഴാണ് വചനത്തിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ 73 പുസ്തകങ്ങളുണ്ട്. ഈ 73 പുസ്തകങ്ങളും ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളും, ഓരോ പുസ്തകങ്ങളും ഓരോ ആശയങ്ങളായിരിക്കും അവതരിപ്പിക്കുന്നത്, ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം എഴുതപ്പെട്ടത്. പക്ഷേ ഈ 73 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരൈക്യമുണ്ട്, അതിനൊരു ഉള്ളടക്കമുണ്ട്. ഈ ഐക്യത്തിനും അതിൻ്റെ ഉള്ളടക്കത്തിനും കാരണമായി മാറുന്നത് ഇത് ലക്ഷ്യം വയ്ക്കുന്ന ദൈവീക പദ്ധതിയാണ്. അപ്പോൾ ഉൽപ്പത്തി 1 മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യൻ്റെ രക്ഷയാണ്, രക്ഷാകര പദ്ധതിയാണ്.
അങ്ങനെ മനുഷ്യരക്ഷയെ പ്രതി ദൈവം രൂപീകരിച്ച പദ്ധതിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഈ ദൈവിക പദ്ധതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശു കേന്ദ്രീകൃതമായിട്ടായിരിക്കണം ബൈബിൾ വചനങ്ങൾ നമ്മൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും. ഈ രക്ഷാകര പദ്ധതിയുടെ ഉള്ളടക്കത്തോട് യോജിച്ചുകൊണ്ട് വേണം വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇത് യേശു കേന്ദ്രീകൃതമാണ്. അങ്ങനെ യേശു കേന്ദ്രീകൃതമെങ്കിൽ യേശുനാഥനുമായി ബന്ധപ്പെട്ടാണ് വചനത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. അത് കുറച്ച് സൗഖ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ചില ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ വചനത്തെ ഉപയോഗിക്കേണ്ടത്. വചനം നമ്മൾ വായിക്കുന്നത്, ധ്യാനിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത് ഈ രക്ഷാകര രഹസ്യത്തിൻ്റെ ഉള്ളടക്കത്തെ ഗ്രഹിക്കുവാനും യേശു കേന്ദ്രീകൃതമാകുവാനുമാണെങ്കിൽ, നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടു, അത് മൂകമായ കുറേ അക്ഷരങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല. അതിനേക്കാളുപരി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്, അവതാരം ചെയ്ത ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ കർത്താവുമായി, യേശുനാഥനുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം, അതുപോലെ അവിടുത്തെ രഹസ്യജീവിതം, അവിടുത്തെ പരസ്യജീവിതം, അതുപോലെ അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണം, അടക്കം ചെയ്യപ്പെടൽ, ഉത്ഥാനം, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, സഭയുടെ രൂപീകരണം, ഇങ്ങനെ ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ, വ്യാഖ്യാനിക്കാൻ, ഉപയോഗിക്കാൻ. അതുകൊണ്ട് യേശു കേന്ദ്രീകൃതമായ ഒരു വചന ശുശ്രൂഷ, വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു. അല്ലാത്തതെല്ലാം ഒരു നിർജീവ അക്ഷര പശ്ചാത്തലത്തിലുള്ള ശുശ്രൂഷകളായി അല്ലെങ്കിൽ വചന വായനയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറും ഒരന്തരീക്ഷത്തിലുള്ള മൃത അക്ഷരങ്ങളായി വചനത്തെ കാണാതെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എഴുതപ്പെട്ടതായതുകൊണ്ടും പരിശുദ്ധാത്മാവ് യേശുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ടും നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ആ വചനത്തെ ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.